ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ്. മുട്ട വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പുട്ട്, ഇടിയപ്പം അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂൺ അളവാണ്. ഈ ഒരു കൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. ആ ഒരു മണമായിരിക്കണം ഇതിന് മുന്തി നിൽക്കുന്നത്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു 5 സബോള നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കൂട്ട് തയ്യാറാക്കുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി വേണമെന്നില്ല. ഇനി അഥവാ തക്കാളി ഇട്ടേ തീരൂ എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അത് കുഴപ്പമില്ല. അതുപോലെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലുള്ള അളവിൽ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂൺ അളവിൽ മുഴുവൻ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് കുഴഞ്ഞു വരാനുണ്ട്. അടച്ചു വെച്ചിരുന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഞാനിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ നല്ല പോലെ വെന്ത് കുഴഞ്ഞു വന്നു. ഇതുപോലെ വെന്ത് കുഴഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് ഗ്രേവി ആയിട്ട് അഴിഞ്ഞു വേണം ഇരിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അളവിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം തെറ്റിപ്പോവും. ഞാനിപ്പോൾ ഇവിടെ രണ്ടാമതും വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. 5 സവോളയ്ക്ക് വേണ്ടി 5 കോഴിമുട്ട എടുത്തു. ഇതുപോലെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് ഒരുപാട് നേരിട്ട് വേവിക്കണമെന്നില്ല. 1-2 സെക്കൻഡ് മാത്രം വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് തുറന്ന് നോക്കുമ്പോഴേക്ക് ഇതിൻ്റെ അടിഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓരോ മുട്ടയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു സൈഡും കൂടെ ഒന്ന് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മുട്ട ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. അപ്പോഴേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു മുട്ട കൊണ്ടുള്ള ഒരു കൂട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ ഒരു സ്പാച്ച് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നൈസായിട്ട് ഉടച്ചെടുക്കരുത്. കുറച്ച് വലിപ്പമുള്ള പീസുകളാക്കിയിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. ഇതുപോലെ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു മുട്ട കൊണ്ടുള്ള കൂട്ടിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും അതുപോലെ പുട്ട്, ഇടിയപ്പം, ഞാൻ എടുത്തെടുത്ത് പേര് പറയുന്നില്ല, മറ്റെല്ലാ പലഹാരത്തിൻ്റെ കൂടെയും നമുക്കിത് ചേരുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.